വെള്ളങ്ങളിൻ മീതിൽ വസിച്ച പരമേശൻ താൻ വെള്ളങ്ങളിൻ മീതിൽ വസിച്ച വെള്ളങ്ങളിൻ മീതിൽ വസിച്ച പരമേശൻ താൻ വെള്ളങ്ങളിൻ മീതിൽ വസിച്ച വെള്ളങ്ങളിൻ മേൽഭാഗത്തുള്ളോരിരുളകറ്റി തള്ളും വെളിച്ചമതിലുള്ളതാകെ എന്നോതി വെള്ളങ്ങളിൻ മീതിൽ വസിച്ച പരമേശൻ താൻ വെള്ളങ്ങളിൻ മീതിൽ വസിച്ച പോലുടൻ ധവിച്ചു പ്രളയമുഖത്തുള്ളേ പ്രകാശമങ്ങുദിച്ചു വെളിച്ചമതു നല്ലതെന്ന മലൻ ഗ്രഹിച്ചു രണ്ടുമന്യോന്യം സല്ലോകനായകൻ പിരിച്ചു തന്നെയുമല്ല വെള്ളമതിന്നിടെ നല്ലൊരു വിരിവുണ്ടാക്കി ഇരുഭാഗത്തും ഉള്ളൊരു സഞ്ചിത ജലമന്നുദരണ്ടാക്കി അതിൻ്റെ ശേഷം തുല്യദശാത്മകനിത്തരയെത്തിണ്ടാക്കി ജലമധ്യത്തിൽ ചൊല്ലിയവയ്ക്കുടനെ ഇരുപേരുണ്ടാക്കി മാത്രമല്ലുടൻ തൃണങ്ങൾ വൃഷഫലാദിഗണങ്ങൾ വിത്തുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ നിന്നു വിളങ്ങിച്ചാനവനങ്ങൾ വെള്ളങ്ങളിൻ മീതിൽ വസിച്ച പരമേശൻ താൻ വെള്ളങ്ങളിൻ മീതിൽ വസിച്ച വെള്ളങ്ങളിൻ മീതിൽ വസിച്ച പരമേശൻ താൻ വെള്ളങ്ങളിൻ മീതിൽ വസിച്ച മന്നവൻ വാക്കുമൂലമന്ന് വാനവിരിവിൽ വർണ്ണജ്യോതിർഗണങ്ങൾ വന്നു ശോഭയോടവ ഉന്നത വിരിവിങ്കൽ നിന്നു കാലചിഹ്നമായി വിണ്ണവൻ നമുക്കു തന്നു ദിനാന്തരത്തിൽ പൂജര ഖേജര പക്ഷികളൊക്കെയുമായി വെള്ളത്തിൽ നിന്നു പൂജരണം മുതലായൊരു നിലകൾക്കായി കരേറിയെന്നു തോയചരങ്ങളും അപ്പൊഴുതേ ഉണ്ടായി അവയശേഷം നായകനൊല്ലകളിൽ നിലയായി അഞ്ചാം ദിവസം വനങ്ങളഭയം തേടും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറിൻ തുടസത്തിൽ വെള്ളങ്ങളിൻ മീതിൽ വസിച്ച പരമേശൻ താൻ വെള്ളങ്ങളിൻ മീതിൽ വസിച്ച വെള്ളങ്ങളിൻ മീതിൽ വസിച്ച പരമേശൻ താൻ വെള്ളങ്ങളിൻ മീതിൽ വസിച്ച ആത്മഭാവം പ്രമാണമാക്കി നേരായി ചമച്ചു നരരൂപം മണ്ണുകൊണ്ടു പിൻപേരായി അരുളി ആദാമേവം അതിൻ്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം പരമവർക്കു പൂരിത ഭാഗ്യവിശിഷ്ടമതാമൊരു തോട്ടം ചമച്ചിതിങ്കൽ ദൂരിത ദുഃഖമരുത്തിയവയ്ക്കൊരു വാട്ടം വരാപിതം ദിവ്യേരിതമൊന്നു കൊടുത്തിതു കൽപ്പന ശ്രേഷ്ഠം കനി പുജിപ്പാനോരരുതങ്ങറിവിൻ മരമായതിലിഷ്ടം
മറുത്തു ചെയ്താൽ വരുമേ മരണമെന്നാൽ ഒരു നീക്കമില്ലതിനു കരുതേണം നിങ്ങളങ്ങ് പരമൻ ചൊന്നവരോട്. വെള്ളങ്ങളിൻ മീതിൽ വസിച്ചാൽ പരമേശൻ താൻ വെള്ളങ്ങളിൻ മീതിൽ വസിച്ചാൽ വെള്ളങ്ങളിൻ മീതിൽ വസിച്ചാൽ പരമേശൻ താൻ വെള്ളങ്ങളിൻ മീതിൽ വസിച്ചാൽ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് പോകുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അന്ത്യകാല സഭയും ദൈവഭക്തിയും എന്നുള്ള ആ ഒരു വിഷയം നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് മണവാളനും മണവാട്ടിയും, അതായത് ക്രിസ്തുവും സഭയും, അതിനോടുള്ള ബന്ധത്തിൽ അതിലെ ഒരു പ്രത്യേക വിഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് കടക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ദിവസങ്ങൾ സമയത്തിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങൾ കൊണ്ട് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അതിനെ ഞാൻ ഒരു ചെറിയൊരു തലക്കെട്ടിൽ അതിനെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നിരസിക്കപ്പെട്ട മാർമിക സത്യങ്ങൾ, ഇംഗ്ലീഷിൽ ദ റിജക്റ്റഡ് മിസ്റ്റീരിയസ് ട്രൂത്ത്സ് എന്ന് പറയും. റിജക്റ്റഡ് മിസ്റ്റീരിയസ് ട്രൂത്ത്സ്, നിരസിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട എന്നൊക്കെ നമുക്ക് അതിനർത്ഥം കൊടുക്കാം. മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ മാർമിക സത്യങ്ങൾ എന്നിവിടെ എഴുതിയെങ്കിലും നിഗൂഢ സത്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ലോകത്തിനിന്ന് നിഗൂഢമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ദൈവസഭയ്ക്ക് അത് നിഗൂഢമായിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ നമുക്ക് അറിയാമെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നിഗൂഢമാക്കി നമ്മൾ വെച്ചുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവസഭയ്ക്ക് ദൈവവചനത്തിലൂടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ, ദൈവദാസന്മാരിലൂടെ ദൈവസഭയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തിയെങ്കിലും ഈ അന്ത്യനാളുകളിൽ മനഃപൂർവമായിട്ടാണെങ്കിലും നമ്മൾ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് വളരെ ലളിതമായിട്ട് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എങ്കിൽ തന്നെയും അതിലേക്കൊന്ന് പ്രവേശിക്കണമെങ്കിൽ ചില മുഖവുരയായിട്ടുള്ള ചില പഠനങ്ങൾ അത്യാവശ്യമാണ്. ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് ലഭിച്ച നോട്ടീസിലൊക്കെ, ആ ബ്രോഷറിൽ അതിൻ്റെ തലവാചകം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായിരുന്നു ആ വാക്യമെന്നറിയാമോ? വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. ദൂതൻ പറയുകയാണ്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാം, ഇത് ദൈവസഭയെയും ക്രിസ്തുവിനെയും കുറിക്കുന്ന ഒരു മെറ്റഫറാണ് എന്ന് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, അതിലേക്ക് തന്നെ വന്നിട്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 9-ാമത്തെ വാക്യം പ്രിയ സഹോദരൻ ഇവിടെ ഉണ്ട് വായിക്കുന്നതിന് വേണ്ടി. നമ്മളത് പറഞ്ഞുവെങ്കിൽ തന്നെയും ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. മതി. വെളിപ്പാട് പുസ്തകം
21 അധ്യായത്തിൻ്റെ ഒരു വിഭജനം ഞാനൊന്ന് പറയാം. ഇത് ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് മാക്സിമം എഴുതാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ 2-3 ദിവസത്തെ ക്ലാസ്സുകളുടെ നോട്ട്സൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു പ്രിയ സഹോദരൻ്റെ നോട്ട് കാണുകയുണ്ടായി, സഹോദരൻ്റെ ആണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നന്നായിട്ട് ബൈബിൾ ക്ലാസ്സിൻ്റെ ഒരു നോട്ട്സ് എഴുതുന്നതായിട്ട് കാണുന്നത്. നിങ്ങളെല്ലാവരും അതേപോലെ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കഴിവതും എത്രത്തോളം എഴുതിയെടുക്കാമോ അതിൻ്റെ വാക്യങ്ങളും വിശദീകരണങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്കത് കൂടുതൽ പഠിക്കുന്നതിന് അത് കാരണമായി തീരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 21 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ, ദ ന്യൂ ഹെവൻ ആൻഡ് എർത്ത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഈ ആകാശം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്വർഗം എന്നുള്ള വാക്കാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ്. ആകാശം, അവിടെയും സ്വർഗം എന്നുള്ളൊരു വാക്കിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും അതേപോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുക. പുതിയ ആകാശം, പുതിയ ആ ഒരു സ്വർഗം. നമ്മൾ പലപ്പോഴും ഈ സ്വർഗം എന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രത്യേക സ്ഥലത്തെ അല്ല ദൈവവചനം ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമി, 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, ദ ന്യൂ പീപ്പിൾ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഒരു പുതിയ ജനം. അപ്പോൾ പുതിയ ജനം എന്ന് പറയുമ്പോൾ അതിനും ചില പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടുതൽ നമ്മൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചു വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ട് ഇത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി? എന്തുകൊണ്ട് പുതിയ ജനം, ന്യൂ പീപ്പിൾ ഓഫ് ഗാഡ് എന്ന് പറയേണ്ടതായിട്ട് വന്നു? ചിന്തിക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് 9 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 9 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ, ദ ന്യൂ ജെറുസലേം, യെരുശലേം. നമുക്കറിയാം, യെരുശലേമിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു പുതിയ യെരുശലേം. അതിന് ചില പ്രത്യേകതകളുണ്ട്. 9 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഞാനൊന്ന് പെട്ടെന്ന് മടങ്ങി വരികയാണ്. 9-ാമത്തെ വാക്യം, അന്തിബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ദൈവവചനം എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഭാഷയിലൂടെയാണ്. അതായത് ഞാൻ ഈ പറയുന്നത് ഇംഗ്ലീഷോ മലയാളമോ ഗ്രീക്കോ എബ്രായ ഭാഷയോ അല്ല. അതിന് പറയുന്നത് വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന പേരിതാണ്, ആന്ത്രോപോമോർഫിക്കൽ ലാംഗ്വേജ് എന്നാണ്. അതുപോലെ അങ്ങ് എഴുതിക്കോ, മലയാളത്തിൽ അങ്ങ് എഴുതി വിട്ടോളൂ. ആന്ത്രോപോമോർഫിക്കൽ ലാംഗ്വേജ് എന്താണ്? ആന്ത്രോപ്പോസ് എന്നാണ് നമുക്കറിയാം അല്ലേ, മനുഷ്യൻ. ആന്ത്രോപോമോർഫിക്കൽ ലാംഗ്വേജ്, അതായത് മനുഷ്യന് ഗ്രഹിക്കുവാൻ മതിയായ ഒരു ഭാഷയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനം എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ. ഇപ്പോൾ ദൈവത്തിൻ്റെ ആ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എഴുതി നമുക്ക് തന്നിരുന്നു എങ്കിൽ നമുക്കത്രയും മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല. ഈവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ തന്നിട്ട് പോലും, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, തന്നിട്ട് പോലും ദൈവവചനം ദൈവം എന്ത് ഉദ്ദേശത്തോടുകൂടെ എഴുതിയോ അതിൻ്റെ പരിപൂർണതയിൽ പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയും ദൈവം ചില ക്രമീകരണങ്ങൾ ചെയ്തു. ദൈവം ചിലരെ മാറ്റി നിർത്തി, എല്ലാവരിൽ നിന്നും ചിലരെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് ദൈവവചനത്തിൻ്റെ, ദൈവാത്മാവിൻ്റെ നിശ്വസ്തതയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രകാശനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പൊരുൾ തിരിച്ച് തരുവാൻ ദൈവം തൻ്റെ ദാസന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ദൈവദാസന്മാർക്ക് തന്നെ അതിൻ്റെ പൂർണ്ണതയിലെത്താനായിട്ട് കഴിയുന്നോ? ഇല്ല.
എന്നാൽ ഇതിൻ്റെ പൂർണ്ണതയിൽ ഒരിക്കൽ നമ്മൾ മനസ്സിലാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ജഡത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എത്രമാത്രം അതിൻ്റെ ആ പ്രാധാന്യതയിൽ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അവസാനമായിട്ട് പ്രിയ ടൈറ്റസ് ബ്രദർ പാടിയ പാട്ട് നമ്മളൊക്കെ ചുണ്ടനക്കിയതേ ഉള്ളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രത്തോളം അതിൻ്റെ വരികളിലൂടെ നമ്മളുടെ നാവിനെ ചലിപ്പിക്കാൻ നമുക്ക് പറ്റിയെന്നുള്ളത് സംശയമാണ്. അദ്ദേഹം അത് പാടി, വളരെ വ്യക്തമായിട്ടത് പാടി. അപ്പം ഞാൻ എൻ്റെ അടുത്തിരുന്ന പ്രിയ സഹോദരനോട് ഞാൻ പറയുകയായിരുന്നു, സൈമൺ സാറ് ഇത് എഴുതുവാൻ അദ്ദേഹത്തിന് ഇത്രയും വാക്കുകൾ അതെങ്ങനെ ലഭിച്ചു? അത് പാടി ഒന്ന് പഠിക്കുവാൻ നമുക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇരുവിധ പ്രവർത്തനങ്ങൾ, ഒന്നാമത്തെ പ്രവർത്തനം ആ പാട്ടിൽ തന്നെയുണ്ട്. ഞാൻ ആ പാട്ട് വളരെ ശ്രദ്ധയോടെ ഞാനത് കേട്ടു, പാടാൻ പറ്റിയില്ല. അത് അത്രത്തോളം എനിക്ക് ഇനി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ വചനം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ, നമുക്ക് അതിൻ്റെ ശരിയായ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ഒന്ന് എത്തപ്പെടുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പലവിധ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ 2 പ്രവർത്തനങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഞാൻ പറയാം. അവിടെ നോക്കിയേ, വരിക കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ആ പദപ്രയോഗം അല്പം ഒരു വിഷമമുണ്ടാക്കുന്ന ഒരു പദപ്രയോഗമാണ്. എങ്കിലും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്ത്രോപ്പോമോർഫിക്കൽ ലാംഗ്വേജിലായതുകൊണ്ട് നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രൈഡ് ദ ലാംബ്സ് വൈഫ് എന്നാണ്. മലയാളത്തിൽ 2 വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒന്ന് കാന്തയെന്നും 2 മണവാട്ടി എന്നുമാണ്. കാന്ത, മണവാട്ടി. അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അത് അതിൻ്റെ KJVയിലെ ഓതറൈസ്ഡ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് അതിൻ്റെ മൂലഭാഷയിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ്: ബ്രൈഡ് ദ ലാംബ്സ് വൈഫ്. കാന്തയാണ് കുഞ്ഞാടിൻ്റെ വൈഫ് എന്നുള്ളൊരു പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. വൈഫ് എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കാന്ത, മണവാട്ടി. അപ്പൊ കാന്തയും മണവാട്ടിയും ഒന്നാണോ രണ്ടാണോ? കാന്ത, മണവാട്ടി ഒന്ന് തന്നെയാണ്. ഇനി വൈഫ് എന്ന പ്രയോഗത്തിലേക്ക് വരുമ്പോഴും സംഗതികൾക്ക് വ്യത്യാസമൊന്നുമില്ല. ഇത്ര മാത്രമേ ഉള്ളൂ: കാന്ത, മണവാട്ടി എന്തിനു വേണ്ടി അവളെ ദൈവം ഒരുക്കിയോ, കാത്തിരുന്നോ, അതിൻ്റെ പരിപൂർണതയിലേക്ക് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും ചിന്തിച്ചാൽ മതി കേട്ടോ. കൂടുതൽ ആ വാക്കുകളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ആന്ത്രോപ്പോമോർഫിക്കൽ ലാംഗ്വേജ് ബൈബിളിൽ ഒത്തിരി മെറ്റഫറായിട്ട്, രൂപാലങ്കാര പ്രയോഗങ്ങളായിട്ട് ബൈബിളിൽ ഒരുപാട് വാക്കുകൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വശവും എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ സ്ട്രിക്റ്റ് ടു ദ പോയിന്റ്, അതിൻ്റെ പ്രൈമറി മീനിങ്ങിലേക്ക് മാത്രം നമ്മൾ പോകുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അനേക ഭാഷകളും ഭാഷാന്തരങ്ങളും ഒക്കെ ഇങ്ങോട്ട് വന്ന് ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലേക്ക് മനുഷ്യൻ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും തുടങ്ങി. അപ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബ്രൈഡ് ദ ലാംബ്സ് വൈഫ്. അപ്പോൾ ഇന്ന് കർത്താവ് തൻ്റെ സഭയെ, തൻ്റെ മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് മറ്റൊരു വാക്ക് ഞാൻ പറയാം. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ആര്? ദൈവത്തിൻ്റെ മക്കൾ, അല്ലെങ്കിൽ ദൈവ സഭ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും. എങ്കിലും അതിൻ്റെ പ്രാരംഭ ഭാഗം ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്.
നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ മാത്രം പോരെ, ഇടയ്ക്കൊക്കെ എഴുതിക്കണം കേട്ടോ. എൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ നോട്ട് എഴുതത്തില്ല എന്നുള്ളത്. എങ്കിലും പറയുന്ന വാക്യങ്ങളൊക്കെ, എൻ്റെ മനസ്സിലേക്ക് വരുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾ കഴിവതും എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നോക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രക്ഷിക്കപ്പെടുക, അതിൻ്റെ 3 അവസ്ഥകൾ നമുക്കറിയാം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഭാവിയിൽ നമ്മൾ രക്ഷിക്കപ്പെടും. എന്നാൽ അതിൻ്റെ മധ്യത്തിലുള്ള ഒരു പ്രയോഗം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയും കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തതാണോ, അതോ ഇനി രക്ഷിക്കപ്പെടുന്നവരെ, അതായത് ഭാവിയിൽ ആ ഒരു കാര്യത്തെ പറഞ്ഞാണോ സഭയിൽ ചേർത്തുകൊണ്ടിരുന്നത്? എന്താണ് അവിടുത്തെ പ്രയോഗം? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ. ദ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈ ഒരു പദപ്രയോഗം അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിലും മറ്റ് ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും ഡോക്ടർ ലൂക്കിൻ്റെ ആ വാക്കുകളിലും ദൈവാത്മാവിൻ്റെ വാക്കുകളാണല്ലോ. അവിടെ എല്ലാം ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത്. മറ്റൊരു വാക്യം ഞാൻ പറയാം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും, രക്ഷിക്കപ്പെട്ട നമുക്കാന്നോ? അല്ല, രക്ഷിക്കപ്പെടുന്ന നമുക്കോ. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ, ദൈവവചനത്തിലൂടെ നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 ദിവസമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ പ്രാഥമിക ഉദ്ദേശം? എന്താണ്? നമ്മളെ ഒരുക്കുക. ദൈവം എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചോ വേർതിരിച്ചോ, ഇന്ന് നമ്മളെ എന്തിനു വേണ്ടി ഈ ഭൂമിയിലാക്കിയിരിക്കുന്നോ, എന്തിനു വേണ്ടി ദൈവം ഇതൊക്കെ ചെയ്തോ, അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതാണ്, വരിക കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ, ഇന്ന് വരിക. നമുക്കറിയാം, ചില സഭാ ഹോളുകളിലൊക്കെ ഈ ഒരു വാക്യം കൃത്യമായിട്ട് എഴുതി വെച്ചു. നമ്മുടെ സഭാ ഹോളിലൊന്നും എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? നമ്മുടെ സഭാ ഹോളിൽ ഏതെങ്കിലും സഭാ ഹോളിൽ ഈ വാക്യം എഴുതി വെച്ചിട്ടുണ്ടോ? മിക്കവാറും കാണാൻ സാധ്യതയില്ല. എന്നാൽ ചില സഭാ ഹോളുകളിൽ പ്രത്യേകിച്ച്, ഇല്ലേ? അതെ, പ്രത്യേകിച്ച് കൊട്ടാരക്കരയാണല്ലോ സെൻറ്റർ. അപ്പം അതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ, അതായത് അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിയ, അതിൻ്റെ പെർഫെക്ഷൻ, പൂർണ്ണതയിലെത്തിയ മണവാട്ടിയെ നമുക്കിന്ന് കാണാൻ പറ്റില്ല. അത് നമ്മൾ കാണും, തീർച്ചയായിട്ടും അതിൻ്റെ ആ സമാപ്തിയിൽ എത്തുമ്പോൾ നമ്മളത് കാണും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ന് അതിന് എത്ര വാദഗതികൾ ഉന്നയിച്ചെന്ന് പറഞ്ഞാലും അത് സാധിക്കുകയില്ല. അതിൻ്റെ ആ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരാനായിട്ട് പോവുകയാണ്. വരിക കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. വരിക എന്നുള്ള പ്രയോഗം ബൈബിളിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന 1-2 വാക്യങ്ങൾ നോക്കിക്കേ. 21-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം അത് നമ്മൾ വായിച്ചു. ഇനിയും 22-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലുമുണ്ട്. 22-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. നോക്കിക്കേ, എത്ര നല്ലൊരു പ്രയോഗമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരിക എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഭൂമിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മണവാട്ടിയും പറയുന്നു, ദൈവസഭയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരിക. ഇനിയും അത് കേൾക്കുന്നവനും പറയുകയാണ് വരിക എന്ന് പറയട്ടെ. ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവവചനത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. അത് കഴിഞ്ഞിട്ട് ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദൈവത്തിൻ്റെ വചനമാകുന്ന ജീവജലത്തിൻ്റെ ആ പ്രവർത്തനത്തിലൂടെ, ദൈവാത്മാവിൽ ദൈവത്തിൻ്റെ വചനത്തിലെ ആ പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ നിറവേറി അതിൻ്റെ പരിസമാപ്തിയിൽ എത്തണം. നമുക്കറിയാം, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ്? കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമോസിനോടുള്ള ബന്ധത്തിൽ, വെള്ളത്താലും
ആത്മാവിനാലും. പുതിയ തലമുറകൾ വളരെ വ്യക്തമായിട്ട് ഈ പാഠങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമാണെങ്കിലും പുതിയ തലമുറ, വരുന്ന തലമുറ, കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഈ ദൈവവചനത്തിലെ ആത്മീക സത്യങ്ങൾ അതുപോലെ അവർ മുറുകെ പിടിക്കുവാൻ ഇടയായി തീരണം. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ ഈ വരിക എന്നുള്ള പ്രയോഗം ഇനിയും 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലുമുണ്ട്. ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക. അങ്ങനെ വരിക എന്നുള്ള പദപ്രയോഗം വെളിപ്പാട് പുസ്തകത്തിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 18-ാം വാക്യത്തിലുണ്ട്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 7-ാം അധ്യായത്തിൽ വരിക, പെട്ടകത്തിലേക്ക് വരിക, അങ്ങനെ ഒരു പദപ്രയോഗം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പ്രവേശിക്കുന്നില്ല. നമ്മുടെ വിഷയത്തിൽ തന്നെ ഉള്ളടക്കം ചെയ്ത് നമുക്ക് നിൽക്കണമല്ലോ. ഇനി അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വന്നേ. 21-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നോരു വൻമലയിൽ കൊണ്ടുപോയി. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നോരു വൻമലയിൽ കൊണ്ടുപോയി. ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 2 വാക്കുകൾ അതിൽ നിന്നും, ആ വാക്യത്തിൽ നിന്നും 2 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ എനിക്ക് നൽകപ്പെടുകയും, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആത്മാവിലൂടെ എനിക്ക് നൽകപ്പെടുകയും, ആ നൽകപ്പെടുന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം നിവർത്തീകരിക്കുന്നതിനു വേണ്ടി ദൈവാത്മാവിൻ്റെ 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നോരു വൻമലയിൽ കൊണ്ടുപോയി. ആദ്യത്തെ ഭാഗം ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും, ആത്മവിവശത എന്നുള്ളത്. 2-ാമത്തെ ഭാഗമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇരിക്കുന്നത്. അതിന് പറയുന്നത് ദൈവാത്മാവിൻ്റെ ഒരു വിഗഹ വീക്ഷണം. മലയാളത്തിൽ പറയുന്നു ദൈവാത്മാവിൻ്റെ ഒരു വിഗഹ വീക്ഷണം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയും. ബേർഡ്സ് ഐ വ്യൂ, വിഗഹ വീക്ഷണം. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ, നടുക്കിരിക്കുന്ന ആരെങ്കിലും ഒരാൾ, നിങ്ങൾ ഈ ചുറ്റുപാടും നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിഷൻ ഒരു വേറിട്ടൊരു വിഷനാണ്. എന്നാൽ ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ കിട്ടുന്ന വിഷൻ നിങ്ങൾക്കൊരിക്കലും അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ് 10-ാമത്തെ വാക്യത്തിൽ, അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നോരു വൻമലയിൽ കൊണ്ടുപോയി. ദൈവാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണിത്. ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഇല്ല എങ്കിൽ ദൈവവചനത്തിലെ മാർമിക സത്യങ്ങൾ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവവചനം യഥാർത്ഥമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾ, ഞാൻ പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? പണ്ട് നമ്മളെ എല്ലാവർക്കും പേടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ബ്രദറുകാരല്ല, വേർപാടുകാരായിരുന്ന നമ്മളെ എല്ലാവർക്കും ഒരു ഭയമായിരുന്നു. എന്താണെന്നറിയാമോ? ദൈവവചനം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? വേർപാടുകാർ, ബ്രദറുകാർ എന്ന് പറയുന്നത്. എന്നാൽ നമുക്കിന്ന് എത്രത്തോളം അറിയാമെന്നുള്ളത് അവർക്കറിയത്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറയുകയാണ്, നമ്മൾ ഈ നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവവചനം ആകുന്ന ദൈവാത്മാവിൻ്റെ ഉപദേശത്തെ ഒരു ബേർഡ്സ് ഐ വ്യൂവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ശരിയായ വ്യാഖ്യാനം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും എവിടുന്നെങ്കിലും ഒരു വാക്യം അതിൻ്റെ ഏറ്റവും മൂലവും എടുത്ത് അത് വ്യാഖ്യാനിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അത് നടക്കത്തില്ല. അത് ശരിയായ രീതിയിലുള്ള വ്യാഖ്യാനമല്ല. ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നിലയിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താലല്ലാതെ നമുക്ക് പറ്റത്തില്ല. അത് ദൈവാത്മാവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ദൈവാത്മാവിൻ്റെ ഒരു വിഗഹവീക്ഷണം,
ഒരു ബേർഡ്സ് ഐ വ്യൂ, അതായത് ഒരു പക്ഷി ഉയരത്തിലേക്ക് പറന്ന് ഈ ഭൂമിയെ വീക്ഷിക്കുമ്പോൾ തൻ്റെ ആ കണ്ണിൻ്റെ വിഷൻ, അതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ എന്തിനാ ഈ ഉയർന്നൊരു വൻമലയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ? അപ്പോൾ നല്ലൊരു വിഷൻ തനിക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം, ദൈവവചനം പഠിക്കുമ്പോൾ ടേക്ക് ഓൾ ദ വേഴ്സസ് ഇൻ ടു കൺസിഡറേഷൻ. എല്ലാ വാക്യങ്ങളും, അതോടുള്ള ബന്ധത്തിലുള്ള എല്ലാ വാക്യങ്ങളും ഒരുപോലെ നമ്മൾ പരിഗണിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ എങ്ങനെയാ കൊണ്ടുപോയേ? ആത്മവിവശതയിൽ. എന്താണ് ആത്മവിവശത എന്ന് പറഞ്ഞാൽ? ഇടയ്ക്കിടയ്ക്ക് ചോദ്യം കൂടെ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങൾ ഉറക്കെ പറഞ്ഞില്ലേലും നിങ്ങളൊന്ന് ചുണ്ടനയ്ക്കാൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്ന്. എന്താണ് ഈ ആത്മവിവശത? 1-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ആത്മവിവശതയിലായി കർത്തൃദിവസത്തിൽ. 1:10 കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശതയിലായി. ഇവിടെയും പറയുകയാണ്, ആത്മവിവശതയിൽ അവൻ എന്നെ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. എന്താണ് ആത്മവിവശത? ഈ യോഹന്നാന് ദൈവാത്മാവ് ഉണ്ടല്ലോ ഉള്ളിൽ, ദൈവാത്മാവ് ഉള്ളിലുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഒരു പ്രത്യേക പദപ്രയോഗം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ആത്മവിവശത. എന്താണ്? ഇത്രയേ ഉള്ളൂ, വളരെ ലളിതമാണ്. ഈ വാക്ക് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ തന്നെ, അല്ലെങ്കിൽ അത് പ്രയോഗിക്കാൻ തന്നെ ഒരല്പം പേടിയാണ്. എന്താണ് ഈ ആത്മവിവശത എന്ന് പറഞ്ഞാൽ? നമ്മൾ ഉദ്ദേശിക്കുന്ന വിവശതയൊന്നുമല്ല. ആത്മവിവശത എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. അവൻ ആത്മാവിലായി. 2 പ്രവർത്തനങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലായി. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, ഞാനൊരു ദൈവവൈതലാകുന്നതിന് വേണ്ടി, എന്നെ വീണ്ടും ജനിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലായി. ഇനിയും ഈ ഒരു വിഗഹ വീക്ഷണം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ആകണം. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്നത് അല്ലേ? ഞാൻ ആത്മാവിലാകണം. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിലാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജഡത്തിൻ്റെ ഒരു ചിന്തകൾ പോലും ആ ചിന്തയോടുള്ള ബന്ധത്തിൽ വരാനായിട്ട് പാടില്ല. മനസ്സിലായല്ലോ? ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ദൈവവചനത്തിലെ ആത്മീക യാഥാർത്ഥ്യങ്ങൾ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ ജഡത്തിൻ്റെ എൻ്റെ ബൗദ്ധികമായിട്ടുള്ള ഒരു ചിന്തയും അതിനകത്ത് വരാനായിട്ട് പാടില്ല. ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ആത്മാവിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ആവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് എന്താണ് പറയാനെന്നുള്ളത് ദൈവാത്മാവിലൂടെ രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ആ വചനത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഞാനത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഒരു വിഗഹ വീക്ഷണത്തിൽ, ഒരു ബേർഡ്സ് ഐ വ്യൂവിലൂടെ ഞാനത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ദൈവവചനത്തിലെ ഏതുപദേശവും അങ്ങനെ തന്നെ പഠിക്കുവാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഇതാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്ന, നിരസിക്കപ്പെടുന്ന മാർമിക സത്യങ്ങൾ, പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തുന്ന, വേണ്ട എന്ന് വെക്കുന്ന, അവഗണിക്കുന്ന ദൈവവചനത്തിലെ നിഗൂഢമായിരിക്കുന്ന മാർമിക സത്യങ്ങൾ ഇന്ന് ദൈവസഭയിൽ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കപ്പെടുന്നു എങ്കിൽ, പഠിപ്പിക്കപ്പെടുന്നു എങ്കിൽ, അത് ഞാൻ പ്രാവർത്തികമാക്കാൻ ഞാൻ ഭയപ്പെടുന്നു എങ്കിൽ, അല്ലെങ്കിൽ അതാണല്ലോ ദൈവവചനത്തിൽ പറയും, എൻ്റെ വചനത്തിങ്കൽ, ബാക്കി എന്തുവാ, വിറയ്ക്കുന്നവരെ ഞാൻ കടാക്ഷിക്കുമെന്നാ പറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരിലൂടെ ഞാൻ എൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അങ്ങനെയുള്ളവരെയാണ് ദൈവം ഇന്ന് നോക്കുന്നത്. അപ്പോൾ ദൈവവചനം കൈകാര്യം ചെയ്യുമ്പോൾ ആ ഭയം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടാകണം. ഭയത്തോടെ ദൈവത്തിൻ്റെ വചനം ആ നിലയിൽ നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. രണ്ടാമത്തെ ആ ദൈവാത്മാവിൻ്റെ ആ പ്രയോഗം കൂടെ പറഞ്ഞ് നമുക്ക് മടങ്ങി വരാം. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങളിലാണ്. അത് ടൈറ്റസ് സഹോദരൻ ഇപ്പോൾ പാടിയ ആ പാട്ടിൽ അത് വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചോളൂ.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. മതി. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ പാട്ടിൽ ദൈവാത്മാവിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പരമേശൻ, അല്ലേ? പരമേശൻ എന്നുള്ള വാക്ക് തന്നെയാണ്, ദൈവം എന്നുള്ള വാക്ക് തന്നെയാണ്. അപ്പോൾ ദൈവാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ബൈബിളിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ആ പദപ്രയോഗം എത്രയോ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മലയാളം വാക്ക് നല്ല ഒരു അർത്ഥത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് ദ സ്പിരിറ്റ് മൂവ്ഡ് അപ്പോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചലിച്ചുകൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഹീബ്രു ഫോമിലേക്ക് വരുമ്പോൾ അതിന് തത്തുല്യമായ ഒരു ഇംഗ്ലീഷ് വാക്കെന്ന് പറയുന്നത് ഹാവറിങ് എന്ന ഒരു വാക്കാണ്. ഹാവറിങ് എന്ന് പറഞ്ഞാൽ പരിവർത്തനം, അതിനേക്കാൾ പൊരുന്നിരിക്കുക എന്നുള്ളൊരു വാക്കാണ്. പൊരുന്നിരിക്കുക. എന്താ ഈ പൊരുന്നിരിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിലൊക്കെ വേറൊരു വേർഡാണ് പറയുന്നത്, അടയിരിക്കുക എന്ന് പറയല്ലേ. അടയിരിക്കുക, പക്ഷികൾ മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത്? അന്ധകാരം മാറുന്നതിന് വേണ്ടി, ആകാത്തത് മാറുന്നതിന് വേണ്ടി. അപ്പോൾ ഈ അടയിരിക്കുമ്പോൾ, പൊരുന്നിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. അവിടെയുള്ള ആ മുട്ട ചീമുട്ടയാണെന്നുണ്ടെങ്കിൽ അതിനെ ആ തള്ളക്കോഴി എന്ത് ചെയ്യും? മാറ്റിവെക്കും. യാതൊരു സംശയമില്ല, അത് അവസാനം വരെ അതിൻ്റെ മുകളിൽ ഇരിക്കുകയില്ല. ദൈവാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഇതാണ് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പരിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആകാത്തത്, അശുദ്ധമായത്, ഭോഷ്ക്, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് എന്നിൽ നിന്നും നീക്കുവാനായിട്ടിടയായി തീരും. ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ അങ്ങനൊരു പ്രവർത്തനം നടത്തുന്നില്ല എങ്കിൽ എവിടെയോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ലേ? എവിടെയോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രണ്ട് പദപ്രയോഗങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ബാക്കി കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്ന പക്ഷം പിന്നീട് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് പദപ്രയോഗം, ഒന്ന് ദൈവാത്മാവിൻ്റെ പരിവർത്തനം എനിക്കുണ്ടായിരിക്കണം, ദൈവാത്മാവിൻ്റെ പരിവർത്തനം നമുക്കുണ്ടായിരിക്കണം. അതുതന്നെയാണ് ദൈവവചനത്തിൽ പല ആവർത്തി നമ്മൾ വായിക്കുന്നുണ്ട്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. ഇതാരുടെ പ്രവർത്തനമാണ്? എൻ്റെ അല്ല, എൻ്റെ ബുദ്ധിയുടെ അല്ല, ദൈവാത്മാവിൻ്റേതാണ്. സകലവും ശോധന ചെയ്യാം, പക്ഷേ നല്ലത് മുറുകെ പിടിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ നിന്നും ആകാത്തത് കളഞ്ഞ്, അശുദ്ധമായത് കളഞ്ഞ് നല്ലതിലേക്ക് വരുവാൻ, പെർഫെക്ഷനിലേക്ക് വരുവാൻ. ഇനിയും വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വന്നേ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, അവിടെ വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വന്മലയിൽ കൊണ്ടുപോയി. എന്തൊക്കെയാണ് താൻ കണ്ടത്? ഒന്നാമത് കണ്ടത് 10-ാമത്തെ വാക്യത്തിൽ യെരുശലേം എന്ന വിശുദ്ധ നഗരം താൻ കാണുകയുണ്ടായി. യെരുശലേം എന്ന വിശുദ്ധ നഗരം. യെരൂശലേം നമുക്കറിയാം, സമാധാനത്തിൻ്റെ നഗരം, വിശുദ്ധ നഗരം, ദ ഹോളി സിറ്റി. വിശുദ്ധ നഗരമെന്ന് ഇന്ന് ഇസ്രായേലിനെ അല്ലെങ്കിൽ യെരുശലേമിനെ വിശുദ്ധ നഗരമെന്ന് പറയരുതെന്ന് പറയുന്ന ആളുകളുണ്ട് കേട്ടോ. ഞാൻ വിശുദ്ധ നഗരം കാണാൻ പോയി, അങ്ങനെയൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല, അവിടെ പോയി കണ്ടതുകൊണ്ട് ഏതാണ്ട് വലിയ പുള്ളികളാവുമെന്നൊന്നും ആരും ചിന്തിക്കണ്ട. എന്നാൽ വിശുദ്ധ നഗരത്തിൽ ചെന്ന് അവൻ പലർക്കും പ്രത്യക്ഷനായി. അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെയാണ്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഇവിടെ വരികയാണ്. എങ്ങനെയാണ് യെരുശലേം വിശുദ്ധ നഗരമായിട്ട് മാറുന്നത്? അവിടെ പറയുന്നു, സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, യെരുശലേമിൻ്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുവിൻ. സമാധാനം പോലും ഇല്ലാത്ത ഒരു നഗരം. എന്നാൽ ഇവിടെ ഇതാ ഒരു വിശുദ്ധ നഗരത്തെ കാണിക്കുകയാണ്. ഇനി രണ്ടാമത് കണ്ട എന്താണ്? 22-ാമത്തെ വാക്യം.
മന്ദിരമതിലില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി, സർവശക്തിയുള്ള ദൈവമായ കർത്താവിനെ അവിടെ കണ്ടു. 2, കുഞ്ഞാടും ആൻഡ് ലാമ്പ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതല്ല, അത് രണ്ടായിട്ടാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. അപ്പം ഇതുവരെ നമ്മൾ മണവാട്ടിയെ കണ്ടിട്ടില്ല. മണവാട്ടി അവിടെ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആരാണ് ഈ മണവാട്ടി? അപ്പോൾ അവിടെ വിശുദ്ധ നഗരം, ദ ഹോളി ജെറുസലേം. 2, ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി, സർവശക്തിയുള്ള കർത്താവ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് കുഞ്ഞാട്. അപ്പൊ എന്തിനാ ഈ 2 വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? സർവശക്തിയുള്ള ദൈവം അല്ലെങ്കിൽ കർത്താവ്, കുഞ്ഞാട്. ഈ 2 വാക്കുകൾ എന്തുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു? അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇനി 3-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴാണ്, 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ നമുക്ക് മണവാട്ടിയെ കാണാനായിട്ട് സാധിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരെന്നൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം, ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം. പക്ഷെങ്കിൽ അതിന് വളരെ വികല്പമായിട്ടുള്ള തലങ്ങളിലൂടെ മനുഷ്യനെന്ന് യാത്ര ചെയ്തുകൊണ്ട് ആരാണ് യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടത്, ആരാണ് യഥാർത്ഥമായിട്ട് വീണ്ടെടുക്കപ്പെട്ടത്? ഇന്നും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരും ഒരേപോലെ പറയാനായിട്ട് പറ്റുമോ? എനിക്കറിയത്തില്ല. നമുക്കെല്ലാവർക്കും ഒരു പക്ഷെങ്കിൽ പറയാൻ പറ്റുന്ന ഒരൊറ്റ വാക്യമായിരിക്കും. ഏതായിരിക്കും? റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ ആത്മീക തലത്തിൽ നമ്മൾ എത്രയോ ശിശുക്കളാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നും ദൈവിക കാര്യങ്ങൾ ചിന്തിക്കണം. ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്നും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോകരുത്. അതിനാ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവിക കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ആ പദ്ധതികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ടിടയായി തീരണം. അതുകൊണ്ട് യാതൊരു കുഴപ്പവും പറ്റാതെ, ഒരു തെറ്റും പറ്റാതെ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റുപറഞ്ഞതോ അല്ലെങ്കിൽ അതൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവര് അല്ലാതെ. അപ്പോൾ വാസ്തവത്തിൽ ആ മണവാട്ടി ആരാണ് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആരാണ്? ജീവപുസ്തകത്തിൽ. ഇനി ഈ പേരെഴുതിയിട്ടില്ലെങ്കിൽ എത്ര കിടന്ന് ഏറ്റുപറഞ്ഞാലും, നമ്മൾ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കവിടെ പ്രവേശനമില്ല. പ്രിയമുള്ളവരെ, ജീവപുസ്തകത്തിൽ പേരെഴുതുക. ഇനി എന്നാ ഈ പേരെഴുതിയേ? നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴാണോ? അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. ഈ ദിവസങ്ങളിൽ നമുക്ക് ഇത്രയും മാത്രമേ ചിന്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ നിങ്ങൾക്ക് എങ്ങനെ ഈ വിഷയം പഠിക്കാം എന്നുള്ളതിന് ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഈ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആരും പറയരുത്, ഇത് കട്ടിയാണെന്നൊന്നും പറയരുത് കേട്ടോ. ഇത് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നൊന്നും പറയരുത്. പറ്റും, ദൈവാത്മാവിന് ഇത് പറ്റും. പക്ഷെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പദപ്രയോഗമാണത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ആ വാക്യം ഒന്ന് വായിച്ചോ മോനെ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതെ, ദൈവാത്മാവിൻ്റെ ഒരു അടുത്തൊരു പ്രയോഗം നമ്മളവിടെ കാണുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന അന്ന് മുതൽ നമ്മുടെ കർത്താവിനോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന ആ ഒരു സമയം വരെയുള്ള ആ പ്രക്രിയയെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണത് സാധിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, മൂടുപടം നീങ്ങണം, മൂടുപടം മാറണം. എന്താണ് ഈ മൂടുപടം? മൂടുപടം ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജഡം മാറണം, ജഡികമായിട്ടുള്ള ചിന്തകൾ മാറണം.
ജഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മാറിയെങ്കിൽ മാത്രമേ ദൈവാത്മാവിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ദൈവാത്മാവിന് പ്രവർത്തിക്കുവാൻ എന്തെല്ലാം തടസ്സങ്ങൾ നമ്മളിലുണ്ടോ അത് മാറ്റിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവും പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത്, പക്ഷേ ജഡമോ ബലഹീനമത്രേ. ഈ ജഡമാണ് ഏറ്റവും പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ജഡീക ചിന്തകൾ, ജഡത്തിൻ്റെ ചിന്ത ആത്മാവിൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ മൂടുപടം നീങ്ങുമ്പോൾ മാത്രമാണ് ദൈവാത്മാവിൻ്റെ ആ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനിയും ഇത് പഠിക്കുമ്പോൾ അടുത്ത ഒരു ഭാഗം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡിസ്പെൻസേഷൻ എന്നാണ്. ഡിസ്പെൻസേഷൻ അതിന് സാധാരണ വേദപണ്ഡിതന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദം ഡിസ്പെൻസേഷൻ, യുഗം അല്ലേ, അങ്ങനെ യുഗം, ഏജസ് എന്ന ഒരു വാക്കൊക്കെയാണ് സാധാരണ അങ്ങനെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ ഡിസ്പെൻസേഷൻ നിങ്ങൾ ഡിക്ഷണറിയിൽ തന്നെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്ന അതിൻ്റെ മീനിങ് വിതരണം എന്നുള്ളൊരു വാക്കാണ്. വിതരണം, ഡിസ്പെൻസേഷൻ. നമ്മളിങ്ങോട്ട് കയറി വരുന്നിടത്ത് അവിടെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടു കാണും എന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു ജാറിൽ, വലിയൊരു ജാറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ചെറിയൊരു ജാറും അതിൽ ഒരു ടാപ്പും വെച്ചിട്ടുണ്ട്. അതിനെന്താ പേര് പറയുന്നതെന്നറിയോ? ഡിസ്പെൻസർ. എന്താ അതിന് ഡിസ്പെൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു വലിയ ജാറിലിരിക്കുന്ന അത്രയും വെള്ളം, അത്രയും ജലം എനിക്ക് കുടിക്കാൻ പാകത്തിന് എനിക്ക് വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. സാധാരണ ഉപയോഗം പറയുമ്പോൾ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. അപ്പോൾ ദൈവവചനത്തിൻ്റെ ഡിസ്പെൻസേഷൻ ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ വിതരണം മനസ്സിലാക്കിയിരിക്കണം. ഇനിയും ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഡിസ്പെൻസേഷൻ എന്ന് ഏതാണ്ട് 4 പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം ബൈബിളിൽ ഈ ഡിസ്പെൻസേഷൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ആ വാക്യം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ അർത്ഥം കൂടുതലായിട്ട് ഗ്രഹിക്കാനായിട്ട് ഇടയായിത്തീരും. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മതി. അവിടെ ഡിസ്പെൻസേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കി, ഏതാണ് ആ വാക്കെന്ന്? നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ, ദൈവകൃപയുടെ ഡിസ്പെൻസേഷൻ, the dispensation of God's grace. അപ്പോൾ ദൈവകൃപയുടെ വ്യവസ്ഥ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് വാസ്തവത്തിൽ കർത്താവിൻ്റെ ഒരു മണവാട്ടിയായിട്ട് ഈ ഭൂമിയിൽ എനിക്കായിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവകൃപയുടെ വ്യവസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ദൈവസഭയോടുള്ള ബന്ധത്തിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എന്താണ് ദൈവകൃപയുടെ വ്യവസ്ഥ അത് നമ്മൾ തിരിച്ചറിയണം. ഇനിയും 2-ാമത്തെ പദപ്രയോഗം 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവിടെയും ഈ ഡിസ്പെൻസേഷൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വമല്ലെങ്കിലും കാര്യമെങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? കാര്യം. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കും? കാര്യമെങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്ത് കാര്യം ഭരമേൽപ്പിച്ചിരിക്കുന്നു? ഇത്രയേ ഉള്ളൂ. സുവിശേഷത്തെക്കുറിച്ചുള്ള ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ വ്യവസ്ഥ എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. ഗോസ്പൽ, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗോസ്പൽ. അപ്പോൾ ഈ നിരസിക്കപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ മടങ്ങി വരണമെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കേണ്ട
കണ്ടീഷനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, വ്യവസ്ഥകളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സുവിശേഷം, ഈ ഗോസ്പൽ സുവിശേഷം ആ കാര്യത്തെക്കുറിച്ചുള്ള എൻ്റെ അവജ്ഞ, എൻ്റെ അറിവില്ലായ്മ, അതിൽ ഞാനും നിങ്ങളും തുടരുകയാണെങ്കിൽ എനിക്കൊരു മണവാട്ടിയായിട്ടിരിക്കാൻ കഴിയത്തില്ലെന്നാ ദൈവവചനം പറയുന്നത്. ഇനിയും അവിടെ എന്താ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് നോക്കിക്കേ, ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്കെന്തോ ഉണ്ട്, പ്രതിഫലമുണ്ട്. മനഃപൂർവമല്ലെങ്കിലും കാര്യമെങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സുവിശേഷം ഞാനും നിങ്ങളും മറ്റുള്ളവരോട് പറയുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചിലരെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. തൻ്റെ മണവാട്ടിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. ഒരു ചോദ്യം ഞാനൊന്ന് ചോദിച്ച് മുന്നോട്ട് പോകാം. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി കാണും, ഒത്തിരി വർഷങ്ങൾ. നമ്മൾ ദൈവവചനം ഒത്തിരി പഠിച്ചു. ദൈവസഭയിൽ നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് പല ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള ബന്ധത്തിൽ, ഞാൻ സംഘടന എന്നുള്ള പേര് ഞാൻ പറയുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള ബന്ധത്തിൽ നമ്മൾ പല ശുശ്രൂഷകളും മുന്നോട്ട് ചെയ്യുന്നവരാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ മുഖാന്തരം സുവിശേഷം പറഞ്ഞ് ഒരാളെയെങ്കിലും വരിക എന്ന് പറഞ്ഞ് ഒന്ന് കൂട്ടിക്കൊണ്ട് വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തോ പ്രിയമുള്ളവരെ? മണവാട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് മണവാളനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പലപ്പോഴും റിജക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നിരസിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക മനഃപൂർവ്വം. നമ്മൾ മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ ബദ്ധരാണ്. പക്ഷെങ്കിൽ ഈ കർത്താവിനെക്കുറിച്ച്, ഈ മണവാട്ടിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള ഡിസ്പെൻസേഷൻ കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അടുത്തൊരു വാക്ക് നോക്കുക. എഫേസ് ലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വന്ന് എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. കാലസമ്പൂർണതയിലെ വ്യവസ്ഥ, അവിടെയും പറഞ്ഞിരിക്കുന്നത് വ്യവസ്ഥ എന്നുള്ളൊരു വാക്കാണ്. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈം. കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേരാനായിട്ട് പോവുകയാണ്. എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേരാനായിട്ട് പോവുകയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആരാധനയെല്ലാം ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കുകയാണ്. അതാര് തന്നെയാണ്? കുഞ്ഞാട് തന്നെയാണ്. കുഞ്ഞാടെ നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ, എല്ലാം കുഞ്ഞാടിൽ വരികയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ എന്ത് കാര്യങ്ങൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആത്മീകമായിട്ടുള്ളത് എല്ലാം ക്രിസ്തുവിൽ ഒന്ന് കേന്ദ്രീകൃതമാകട്ടെ. ആ ഡിസ്പെൻസേഷനിൽ ഒന്ന് വന്നേ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരുപക്ഷെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മുടെ സഭയിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, ഇവിടെ എല്ലാം ഈ ഒരു ഡിസ്പെൻസേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകുക, എല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുക. ക്രിസ്തുവിൽ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്കിടയായി തീരണം. ഇനിയും അടുത്ത ഒരു വാക്കൂടെ മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അവിടെയും ഡിസ്പെൻസേഷൻ എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അതിന് പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗം എന്നാണ്. ഉദ്യോഗം. മിനിസ്റ്റർ അക്കോർഡിംഗ് ടു ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഞാൻ ഒരു ശുശ്രൂഷകനായിരിക്കുന്നു.
ഒരു ദൈവദാസനായിരിക്കുന്നു, ഒരു ദൈവ മകനായിരിക്കുന്നു, ദൈവ പൈതലായിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ടിടയായി തീരണം. ദ ഡിസ്പെൻസേഷൻ അക്കോർഡിംഗ് ടു ദ മിനിസ്റ്റർ അക്കോർഡിംഗ് ടു ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം, ദൈവത്തിൻ്റെ ക്രമീകരണം പ്രകാരം ഇത്ര വലിയവനായ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, നമ്മൾ ആദ്യം നേരത്തെ വായിച്ചതുപോലെ മൂടുപടം നീങ്ങുമ്പോൾ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായിട്ട് എനിക്കായി തീരുവാൻ ഇടയായിത്തീരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വാക്യങ്ങൾ, ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഈ വാക്യത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വിശദീകരണത്തിലേക്കും അതിൻ്റെ പൂർത്തീകരണത്തിലേക്കും ഒന്നും പോകാൻ ഇപ്പോൾ പറ്റത്തില്ല. ഇത് സാധാരണ സഭകളിലോ ഇങ്ങനെയുള്ള കൂടുവരവുകളൊന്നും പഠിപ്പിക്കാത്ത ഒരു വിഷയമാണ്. പഠിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ, അത് മറ്റ് കാരണങ്ങളൊന്നുമല്ല. എന്നാൽ ബൈബിൾ കോളേജുകളിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ഇടങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള പ്രിയപ്പെട്ടവർക്ക് ദൈവവചനം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുവാൻ ദൈവദാസന്മാർ വളരെ അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലത്തുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ദൈവവചനം കൂടുതലായിട്ട് ഈ നിലയിൽ പഠിക്കുവാനും ഇടയായിത്തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഉദ്ദേശം ഞാനും നിങ്ങളും മറക്കുവാനായിട്ട് പാടില്ല. ഇനിയും അതിൻ്റെ കോറായിട്ടുള്ള വിഷയത്തിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. മണവാളനും മണവാട്ടിയും, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഉദ്ദേശം പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ഈ റിജക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാം. അതിന് ബിബ്ലിക്കൽ ഫൗണ്ടേഷനായിട്ടിരിക്കുന്നത്, അടിസ്ഥാനമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ സാധാരണ കല്യാണത്തിനൊക്കെ നമ്മൾ വായിക്കാറുള്ള വാക്യങ്ങൾ തന്നെയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ വായിക്കേണ്ട, അത് ഒന്ന് നോട്ട് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോവുക. ഞാനങ്ങ് പറഞ്ഞ് മുന്നോട്ട് പോകാം. ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ അടിസ്ഥാനപരമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-23 എന്നിത്യാദി വാക്യങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് യൂണിയനാണ്. യൂണിയൻ, ഏകീകരണം എന്നുള്ളതാണ്. യൂണിയൻ, അതായത് ക്രിസ്തുവും സഭയുമായിട്ടുള്ള ആ ഒരു യൂണിയനെയാണ്. ഐക്യതയേക്കാൾ ഇച്ചിരൂടെ നല്ല വാക്ക് യൂണിയൻ എന്നുള്ളതാണ്. ഏകീകരണം, ഒന്നായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഏകീകരണം. രണ്ടാമത്തെ പോയിന്റായിട്ട് എഴുതിക്കൊള്ളുക, ഇൻറ്റിമസി ആൻഡ് കവനന്റ്. ഇൻറ്റിമസി ആൻഡ് കവനന്റ്, അതായത് ഇൻറ്റിമസിക്ക് ഒരു മലയാളം പറയാമോ? ഇൻറ്റിമസി എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇൻറ്റിമസി, ആ ഒരു ക്ലോസ്നെസ്, അതിന് കൃത്യമായിട്ടുള്ളൊരു മലയാളം വാക്കാണ് എനിക്ക് വേണ്ടത്. ആ അഭേദ്യമായ അല്ലെങ്കിൽ ഹൃദ്യമായ ആ ഒരു ബന്ധം, കവനന്റ്. കരാറല്ല, കരാറിനേക്കാൾ ഉടമ്പടി. ഉടമ്പടി, വൈഫ് ഓഫ് ദൈ കവനന്റ് എന്നാണ് മലാഖി പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ധർമ്മ പത്നി എന്നാണ് വായിക്കുന്നത്, വൈഫ് ഓഫ് ദൈ കവനന്റ്. ഇന്ന് പലപ്പോഴും വിവാഹ വേദികളിലൊക്കെ കരാർ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. കരാർ എന്നുള്ള വാക്ക് അത് ശരിയല്ല, അത് ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിമതം. ഉടമ്പടി, വൈഫ് ഓഫ് ദൈ കവനന്റ്. ദൈവവുമായിട്ട് നമുക്കൊരു കരാറൊന്നുമില്ല. ദൈവവും മനുഷ്യനുമായിട്ട് ഉടമ്പടിയാണുള്ളത്. അനേക ഉടമ്പടികളെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ഈ ഒരു ഉടമ്പടി ഇങ്ങനെ ആരംഭിച്ച് വരികയാണ്. നമ്മൾ ഏറ്റുപറഞ്ഞ് ഉടമ്പടി ചെയ്യുമ്പോഴല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്.
മറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം, എൻ്റെ ഉള്ളിൽ ദൈവം ചെയ്ത വീണ്ടും ജനനമെന്നുള്ള പ്രക്രിയ കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്യുകയാണ്. ഇന്നു മുതൽ ആരാ? നീ എൻ്റെ കർത്താവാണ്. ഇന്നു മുതൽ നീ എൻ്റെ കർത്താവാണ്. ഞാൻ ഇന്നു മുതൽ നിനക്ക് വേണ്ടിയാണ് ജീവിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് ഏറ്റുപറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയോടുള്ള ബന്ധത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ദ ഇൻറ്റിമസി ആൻഡ് കവനൻ്റ് എന്നുള്ള ദൈവവുമായിട്ടുള്ള ഉടമ്പടി. അതിന് ദ ഡീപ്പ് പേഴ്സണൽ കവനൻ്റൽ റിലേഷൻഷിപ്പ്, ആഴമേറിയ വ്യക്തിപരമായ ഉടമ്പടിയുടെ ഒരു ബന്ധമാണിത്. ഈ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ നമുക്കിടയായി തീരണം. അപ്പോൾ മാത്രമേ ശരിയായ നിലയിൽ എന്നിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. വ്യക്തിപരമായിട്ടും സഭയായിട്ടും നമുക്ക് പ്രവർത്തന മണ്ഡലത്തിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ക്രിസ്തുവും വിശ്വാസികളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിലെ മറ്റനേക കാര്യങ്ങൾ മെറ്റഫറായിട്ട് രൂപാലങ്കാരമായിട്ട് ദൈവവചനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉദാഹരണം കുടുംബജീവിതത്തെ, ഭാര്യയെയും ഭർത്താവിനെയും എടുത്തുകൊണ്ട് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അലങ്കാരം ഇത് തന്നെയാണ്. ശ്രേഷ്ഠമാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അവിടെയും നമ്മൾ വായിക്കുന്നത് ഇൻറ്റിമേറ്റായിട്ടുള്ള ഈ ഒരു റിലേഷൻ എന്തൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്? 3-4 കാര്യങ്ങളാണ്. ഒന്ന്, ദ ലവ്, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ സ്നേഹം എന്നുള്ളതാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നുള്ളതാണ്. 2, ദ പ്രൊട്ടക്ഷൻ, സംരക്ഷണം. 3, ദ പ്രൊവിഷൻ, ആ കരുതൽ. ഇത് എപ്പോഴും നമുക്കുണ്ടാകണമെങ്കിൽ ഈ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇത് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് എനിക്കെങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അത് തിരിച്ചറിയാൻ പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ മൂടുപടം മൊത്തത്തിൽ അങ്ങ് കിടക്കുകയാണെന്നാണ് വിചാരിച്ചാൽ മതി. ജഡത്തിൻ്റെ ചിന്തകൾ നമ്മളെ മൂടുകയും ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളെ പരിപൂർണമായിട്ട് കവർ ചെയ്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ മണവാളനെ നമുക്ക് പ്രതിബിംബിപ്പിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തേത് ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തേത് ദ ഇൻറ്റിമസി ആൻഡ് കവനൻ്റ്, ആ ഹൃദ്യമായിട്ടുള്ള ആ ഒരു ബന്ധം. മൂന്നാമത്തേത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്റ്റ് ആസ് ഹെഡ്, നമ്മുടെ കർത്താവ് തലയാണ്. ക്രൈസ്റ്റ് ആസ് ഹെഡ്. അതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, ദ ലീഡർഷിപ്പ്, കർത്താവിൻ്റെ ആ നേതൃത്വം, ദ ലീഡർഷിപ്പ്. 2, ദ ഗൈഡൻസ്, തൻ്റെ ആ നടത്തിപ്പ്. മൂന്നാമത്തേത് നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ദ പ്രൊട്ടക്ഷൻ, കരുതൽ, ദൈവത്തിൻ്റെ ആ ദിവ്യമായിട്ടുള്ള സംരക്ഷണം. അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ ഒരു പദപ്രയോഗം ഇങ്ങനെയാണ്: ക്രിസ്തുവേശുവിൽ എപ്പോഴും ഞങ്ങളെ എങ്ങനെ നടത്തുന്നു? ജയോത്സവമായിട്ട് നടത്തുന്നു. നമുക്ക് പറയാൻ സാധിക്കുമോ അങ്ങനെ? സാധാരണ ചോദിക്കാറുണ്ടല്ലോ, ബ്രദറെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ സഹോദരി എങ്ങനെയുണ്ട്. എന്തോ പറയാനാ ബ്രദറെ, ഇങ്ങനെയൊക്കെ അങ്ങ് എന്താ കാര്യം? അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചേ, പൗലോസേ, ദൈവദാസ എങ്ങനെയുണ്ട്? ക്രിസ്തുവേശുവിൽ ഞങ്ങളെ എപ്പോഴും, ചിലപ്പോഴല്ല എപ്പോഴും എങ്ങനെ നടത്തുകയാ? ജയോത്സവമായിട്ട് നടത്തുന്നു. ഈ വാക്ക് വേറൊരിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എവിടാണെന്നറിയാമോ? കൊലോസ്യ ലേഖനത്തിൽ. എന്തോടുള്ള ബന്ധത്തിലാ? ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടി. ആ വാക്കുകളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പൗലോസ് തൻ്റെ ജീവിതത്തിൽ ആ ക്രിസ്തു, തലയായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്നും താൻ അനുഭവിക്കുന്ന ആ ഒരു ബന്ധം, എൻ്റെ ഈ തലയിൽ നിന്നും എൻ്റെ ശരീരത്തിലോട്ട് ആ ഒരു ഇൻറ്റിമസി റിലേഷൻ ഇല്ലെങ്കിൽ എന്താ പ്രിയമുള്ളവരെ, നിശ്ചലമായി പോകത്തില്ലേ എൻ്റെ ശരീരം? ക്രിസ്തുവുമായിട്ടുള്ള ഈ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം എനിക്ക് നിങ്ങൾക്കും കാത്തു സൂക്ഷിക്കാൻ
കഴിയുന്നില്ല എങ്കിൽ ദൈവത്തിന് എന്നിലൂടെ പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. എവിടെയാണ് ആ തടസ്സങ്ങൾ വന്നിരിക്കുന്നത്? പല കാരണങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. നാലാമത്തേത് ദ ലവ് ആൻഡ് സബ്മിഷൻ. അതായത് ദൈവസഭയുടെ കർത്താവിനോടുള്ള ആ ഒരു ലവ്, ആ ഒരു സ്നേഹവും സബ്മിഷനും, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുന്ന, താഴ്ത്തി നമ്മളെ തന്നെ ഏൽപ്പിക്കുന്ന ആ രംഗവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ കർത്താവിന് എന്നിലൂടെ പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ ചെറിയൊരു വിശദീകരണം ഞാൻ തരാം. ദ റിലേഷൻഷിപ്പ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ക്രൈസ്റ്റ് ലവ്. കർത്താവിൻ്റെ സ്നേഹത്താൽ ആ ബന്ധത്തിലൂടെ എൻ്റെ സ്വഭാവത്തെ വാർത്തെടുക്കാൻ എൻ്റെ കർത്താവിന് കഴിയണം. മനസ്സിലായി ഞാൻ പറഞ്ഞേ? ക്രിസ്തുവിൻ്റെ സ്നേഹം ആ ബന്ധത്തിലൂടെ എൻ്റെ സ്വഭാവത്തെ വാർത്തെടുക്കാനായിട്ട് കഴിയണം. വിശദീകരണം റോമാലേഖനം 5-ാം അധ്യായത്തിലുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കേണ്ട. വിശദീകരണത്തിലേക്ക് പോകാൻ നമുക്ക് നിർവാഹമില്ല. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ദൈവസ്നേഹം നമുക്ക് നൽകപ്പെട്ട, ബാക്കി പറഞ്ഞോ, പരിശുദ്ധാത്മാവിനാൽ, അല്ലേ? നമ്മളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിരിക്കുക? പകർന്നിരിക്കുക. ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുക. ഇനിയും അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നമ്മൾക്കറിയാവുന്ന ഒരു വാക്യം ഞാൻ പറയുകയാണ്: കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം എവിടെ പ്രശംസിക്കുന്നു? കഷ്ടതകളിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ദൈവസ്നേഹം ദൈവാത്മാവിൽ എൻ്റെ ജീവിതത്തിൽ പകർന്നു കഴിഞ്ഞാൽ എന്നിൽ ഉളവായി വരുന്ന ഒരു കാര്യം അവിടെ പറയുക. എന്താ പറഞ്ഞോ? ധൈര്യത്തെ പറഞ്ഞോ. കഷ്ടത. എന്തിനാ ഈ കഷ്ടത ദൈവം നമുക്ക് തരുന്നത്? ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവം നമുക്കൊരു കഷ്ടത തരുമ്പോൾ അന്നു മുതൽ നമ്മൾ പ്രാർത്ഥന തുടങ്ങും. എന്തിനു വേണ്ടി? ഈ കഷ്ടതയൊന്ന് മാറിക്കിട്ടാൻ. ഈ കഷ്ടത എനിക്ക് വേണ്ട. പക്ഷെ ദൈവവചനം പറയുന്നു, ദൈവസ്നേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ആ പകർന്നിരിക്കുന്ന ദൈവസ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ എന്തായിട്ട് വെളിയിൽ വരുന്നത്? കഷ്ടതയായിട്ട് വെളിയിൽ വരുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലും കഷ്ടതയുണ്ടായിരുന്നു. ജഡത്തിലൊരു ശൂലമുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. താനും പ്രാർത്ഥിച്ചു. എത്ര വട്ടം പ്രാർത്ഥിച്ചു? 3 വട്ടം പ്രാർത്ഥിച്ചു. ഈ ജഡത്തിലെ ശൂലമൊന്ന് മാറിത്തരണം. കർത്താവ് പറഞ്ഞത് ഇപ്രകാരമേ ഉള്ളൂ: എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിന്റെ കഷ്ടത ഞാൻ മാറ്റിത്തരത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കഷ്ടത ഞാൻ മാറ്റിത്തരത്തില്ല. എന്താ കാര്യം? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ. എന്താ ഈ ശക്തി? എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവകൃപയുടെ വ്യാപാരത്താൽ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അത് കഷ്ടതയായിട്ട് വെളിയിൽ വരുന്നു. ഇത് പലപ്പോഴും നമ്മൾ ഓർക്കുന്നില്ല, നമ്മൾ മറന്നിരിക്കുക. എന്തിനു വേണ്ടിയായി ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്നേ? നമ്മുടെയൊക്കെ കൂട്ടു സഹോദരങ്ങൾ, ഞാനും ഒരു കഷ്ടത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. എന്തിനാ ഈ കഷ്ടത നമുക്ക് തരുന്നേ? അടുത്ത പദം കഷ്ടത സഹിഷ്ണുതയെയും. അപ്പൊ എനിക്ക് കഷ്ടത തരുന്നത് എൻ്റെ ജീവിതത്തിൽ സഹിഷ്ണുതയുണ്ടാകണം, പേഷ്യൻസ് ഉണ്ടാകണം. കഷ്ടത സഹിഷ്ണുതയെയും. സഹിഷ്ണുത എന്തിനെ ഉളവാക്കുന്നു? സിദ്ധതയെ ഉളവാക്കുന്നു. എന്താ ഈ സിദ്ധത? അതിന് ഡിക്ഷണറി നോക്കണം, അല്ലേ? കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും ഉളവാക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ സ്വഭാവം, എനിക്കൊരു നല്ല സ്വഭാവം ഉളവാക്കി തരുന്നു. നമുക്കറിയാം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇതാ പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുവാന്നു?
ആണെങ്കിൽ ഈ കഷ്ടതയുടെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. രക്ഷിക്കപ്പെട്ട അന്നേരം അതുപോലെ പുത്തനായിട്ട് പുതിയതായിട്ട് ഇന്നും ഇരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ സമ്മതിക്കത്തില്ലെന്നേ, നമ്മുടെ ജഡം അത് സമ്മതിക്കത്തില്ല. അപ്പോൾ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും, അതായത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമായ ഒരു സ്വഭാവം, ആ സ്വഭാവത്തിന് പത്രോസ് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. തൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അവൻ്റെ, ചേർത്ത് പറഞ്ഞോ, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. അവൻ്റെ ദിവ്യ സ്വഭാവത്തിന്, ദ ഡിവൈൻ നേച്ചർ, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത്, അവൻ്റെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് എത്രയോ നല്ല കാര്യമാണ്. ഇത് അപ്പോസ്തലനായ പൗലോസിന് മനസ്സിലായി. പൗലോസ് പറയുക, താൻ 3-ാം സ്വർഗത്തോളം പോയിട്ട് താൻ ഇങ്ങനെ മടങ്ങി വരികയാണ്. തൻ്റെ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് വരുന്നത്. എന്താ പാടിയെന്നറിയാമോ? ഞാൻ എൻ്റെ ബലഹീനതകളിൽ അതിസന്തോഷത്തോടെ പ്രശംസിക്കുമെന്ന്. എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ അതിസന്തോഷത്തോടെ പ്രശംസിക്കുമെന്ന്. എന്തുകൊണ്ട് പൗലോസ് അത് പറഞ്ഞു? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ. ഇനിയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. യേശുക്രിസ്തു ഡിവൈൻ നേച്ചറാ, ദൈവപുത്രനാണ്, യാതൊരു സംശയവുമില്ല. എങ്കിലും എബ്രായ ലേഖന കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? 5-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ കുറിച്ചെടുത്തു കൊള്ളുക. പുത്രനെങ്കിലും, പറഞ്ഞു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായെന്ന്. മനസ്സിലാക്കാൻ പറ്റുന്നോ എന്തുവാന്ന്? ചിന്തിച്ചേ. അപ്പോൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ, ഈ ജഡത്തിലായിരിക്കുമ്പോൾ കർത്താവിൽ പാപമില്ല, കർത്താവ് പാപം അറിഞ്ഞിട്ടില്ല, കർത്താവ് പാപം ചെയ്തിട്ടില്ല. പുത്രനെങ്കിലും താൻ ഈ ജഡത്തിൽ വന്നപ്പോൾ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. എന്തിനു വേണ്ടി? ഒരു പെർഫെക്ഷനിലേക്ക് വരുന്നതിന് വേണ്ടി. ന്യായപ്രമാണം എന്തവകാശപ്പെട്ടോ, ന്യായപ്രമാണം എന്തു ചോദിച്ചോ, അതാണ് റോമാലേഖനം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വരുന്നത്. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ന്യായപ്രമാണം എന്തവകാശപ്പെട്ടോ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൊടുക്കുകയാ, തിരികെ കൊടുക്കുകയാ. അതാണ് ടെറ്റലസ്തായി, നിവൃത്തിയായി കർത്താവായ യേശു ക്രിസ്തു അത് നിവർത്തീകരിക്കുകയുണ്ടായി. എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ കർത്താവിനെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആ കർത്താവിനെ നിങ്ങൾ എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ചു നോക്കണം, പോയിന്റ് ഔട്ട് ചെയ്യണം. എന്തിനു വേണ്ടി? എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ, ആ മണവാളനെ, തലയായിരിക്കുന്ന ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാനായിട്ട് എനിക്ക് ഇടയായി തീരണം. എൻ്റെ പ്രിയമുള്ളവരെ, അത് എങ്ങനെയാ സാധിക്കുന്നേ? 1-ാമത്തെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ദ റിലേഷൻഷിപ്പ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ക്രൈസ്റ്റ് ലവ് ത്രൂ സഫറിങ് ഓർ ട്രിബുലേഷൻ ഓർ അഫ്ലിക്ഷൻസ്. കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, വേദനകളിലൂടെ, എങ്ങനെയുമായിക്കൊള്ളട്ടെ, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് കഷ്ടതയാൽ, എൻ്റെ ജീവിതത്തിൽ കഷ്ടത ഉളവായി, സഹിഷ്ണുതയുണ്ടായി ഒരു നല്ല സിദ്ധത എനിക്ക് തരുന്നതിന് വേണ്ടിയാണ്, ഒരു ദിവ്യ സ്വഭാവം എനിക്ക് തരുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ കഷ്ടങ്ങളിലും എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. എൻ്റെ ബലഹീനതയിൽ ഞാൻ അതിസന്തോഷത്തോടെ ഞാൻ പ്രശംസിക്കുന്നു. അതിനെന്തോ വേണമെന്നറിയാമോ? 2 കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്ന്, നമ്മുടെ പൂർണ്ണമായ വിധേയത്വം അവിടെ ആവശ്യമാണ്. ദ കംപ്ലീറ്റ് സബ്മിഷൻ ആൻഡ് ദ ഡിവോഷൻ ടു ക്രൈസ്റ്റ്. അവനോടുള്ള എൻ്റെ ഡിവോഷൻ, എൻ്റെ ഭക്തി, എൻ്റെ വാഞ്ച, എൻ്റെ
ആഗ്രഹം, എൻ്റെ എല്ലാം ആ കർത്താവിനോടുള്ള ബന്ധത്തിൽ ആയിരിക്കണം. ഉത്തമഗീതത്തിൽ 2 വാക്യങ്ങളുണ്ട്. വാക്യം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. എന്നാലോചിച്ച് നോക്കിയേ, ഞാൻ അവനുള്ളവൾ, എൻ്റെ ആഗ്രഹം അവനോടാ, അവൻ്റെ ആഗ്രഹം എന്നോടാണ്. എന്തോ ഇൻറ്റിമസി, ആ ഒരു ഐക്യത നോക്കിയേ, യൂണിറ്റി നോക്കിയേ പ്രിയമുള്ളവരെ. കർത്താവിനോട് ഇമാതിരിയുള്ള ആ ഒരു ബന്ധം എനിക്ക് നിങ്ങൾക്കും കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീരണം. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രിയമുള്ളവരെ. നമ്മുടെ വിശ്വാസ സമൂഹം അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിലും ദൈവസഭയോടുള്ള ബന്ധത്തിലും ഇത് വളരെ അത്യാവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വന്നേ, ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അതിൻ്റെ അവസാനത്തിലേക്ക് വരാം. 21-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. എന്താ ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ദൈവത്തിൻ്റെ ആ ഫെലോഷിപ്പ്, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ഒരു ഫെലോഷിപ്പ്, ആ ഒരു ഐക്യത, ആ ഒരു ബന്ധം. ദൈവം എന്തിനാ എൻ്റെ ഉള്ളിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്? ഞാൻ മണവാട്ടി ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ അത് കൊടുക്കാഞ്ഞത്? പഴയ നിയമത്തിലുള്ള വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് എന്തുകൊണ്ടത് കൊടുത്തില്ല? എന്നേക്കും ഇരിക്കേണ്ടതിന്. ക്രിസ്തുവിൻ്റെ മണവാട്ടിക്കുള്ള ഏക പ്രത്യേകത ഒരെണ്ണം ഞാൻ ഇന്ന് പറയാം, ബാക്കി ഞാൻ പിന്നീട് പറയാം. ഒരു വേള പോലും എന്നെ വിട്ട് എൻ്റെ മണവാട്ടി, എൻ്റെ മകൻ, എൻ്റെ മകൾ ഒരു ചിന്തയിലോ പ്രവർത്തനത്തിലോ മാറാൻ പാടില്ല എന്നുള്ള ദൈവത്തിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ അദമ്യമായ ആഗ്രഹമാണ് എൻ്റെ പ്രിയമുള്ളവരെ എന്നേക്കും നമ്മളോടുകൂടെ ഇരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, ആ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം നമ്മളോടുള്ള ബന്ധത്തിൽ. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇനിയും ഒരു 2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് തന്നെയാണ്, നമ്മളോട് കൂടെ ഇരിക്കുക, മനുഷ്യരോട് കൂടെ ഇരിക്കുക. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു, ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. വെയിലാറുമ്പോൾ സന്ധ്യയാകുമ്പോൾ വരും. ഞാൻ ആദ്യമൊക്കെ ബൈബിൾ വായിച്ചപ്പോൾ ചിന്തിച്ച്, എന്താ ഈ അധികാലത്തെ വന്നായിരുന്നെങ്കിൽ എന്താ കുഴപ്പം, എന്തിനാ ഈ സന്ധ്യയ്ക്ക് വരുന്നേ? രാവിലെ അല്ലായിരുന്നോ വരണ്ടേ? സൈമൺ സാറല്ലേ പാടിയേക്കുന്ന ദിനമതിൻ തുടസത്തിൻ അല്ലേ? ദാവീദ്, ഭക്തനായ ദാവീദും സങ്കീർത്തനത്തിൽ 63 പറഞ്ഞ, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. പിന്നെന്തിനാ ഈ വൈകിട്ട് വന്നേ? സന്ധ്യയ്ക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഓരോ ദിവസത്തെയും സൃഷ്ടി കഴിഞ്ഞിട്ട് ദൈവം എന്തോ പറയുന്നേ? സന്ധ്യയായി. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ആരംഭം ഉഷസ്സോ സന്ധ്യയോ? സങ്കീർത്തനക്കാരൻ 3 നേരം പ്രാർത്ഥിക്കും. എപ്പോഴൊക്കെയാ? രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും. എനിക്കറിയാം നിങ്ങളത് പറയുമെന്ന്. അങ്ങനല്ല വാക്യം. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും. ദൈവവചനത്തിൻ്റെ ഡിസ്പെൻസേഷൻ നമ്മൾ പഠിക്കണം കേട്ടോ. എൻ്റെ ഡിസ്പെൻസേഷൻ എടുക്കരുത്, എൻ്റെ വ്യവസ്ഥയിൽ പോകരുത്, ദൈവവചനം പഠിക്കരുത്, തെറ്റിപ്പോവും. ദൈവത്തിൻ്റെ ചിന്തയിൽ ദിവസത്തിൻ്റെ ആരംഭം എപ്പോഴാ? വൈകിട്ടാ, സന്ധ്യയ്ക്ക് 6 മണിക്കാ. നമ്മളുടെ ദിവസം ആരംഭിക്കുന്നത് രാത്രി 12 മണിക്കാ. പക്ഷെ ദൈവവചനപ്രകാരം ഒന്ന് ചിന്തിക്കുമ്പോൾ, ഇനിയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ ചിന്തകൾ ചേർത്ത് വെച്ചു. നമുക്കറിയാം, നമ്മളിൽ ഇല്ലേ ശരീരമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. നമുക്ക് പറയാൻ എളുപ്പം ഏതാ? ദേഹം, ദേഹി. പക്ഷെ ബൈബിളിൽ എന്തോ പറഞ്ഞിരിക്കുന്നേ? നമ്മൾ പറയുന്നത് ദേഹം, ദേഹി, ആത്മാവെന്നാ. എന്താ കാര്യം? എനിക്ക് ഇമ്പോർട്ടൻ്റ് ദേഹമാ.
രണ്ടാമതാ ദേഹി, മൂന്നാമതാണ് ആത്മാവ്. പൗലോസ് പറയുന്നത് നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ശരീരവും കർത്താവായ യേശുവിൻ്റെ നാളിൽ അശേഷം അനന്യമായി വെളിപ്പെടും വണ്ണം ശുദ്ധീകരിക്കുമാറാകട്ടെ, കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. മാനുഷികമായ ചിന്തകളും മാനുഷികമായിട്ടുള്ള ആ ആലോചനകളും ആ മൂടുപടവും നമ്മളൊന്ന് മാറ്റിയാലേ ദൈവത്തിൻ്റെ ആത്മാവിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ദൈവം ആദാമിനെ ഹവ്വയും തോട്ടത്തിലാക്കി എന്നും അവൻ്റെ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം അവിടെ ഇറങ്ങി വന്ന് അവനോട് സംഭാഷിക്കുക പതിവായിരുന്നു. എൻ്റെ ചോദ്യം, എത്ര ദിവസം ദൈവം വന്ന് കാണും? എത്ര ദിവസം വന്ന് കാണും? എത്ര ദിവസം വരാൻ സാധ്യതയുണ്ട്? എന്തെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? നാളെ കണ്ടുപിടിച്ചോണ്ട് വരണേ. എന്താണ് അവിടെ പറ്റിയ പ്രശ്നം? ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധം നടക്കരുത്. ദൈവത്തിന് മനുഷ്യനുമായിട്ട് ഈ ഇൻറ്റിമസി റിലേഷൻ ദൈവത്തിൻ്റെ സൈഡിൽ പിശാചിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരുടെ സൈഡിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ? മനുഷ്യൻ്റെ സൈഡിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യും. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിഘാതം നിൽക്കുക, തടസ്സം നിൽക്കുക എന്നുള്ളതാണ് അവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് തൻ്റെ സഭയെ ദൈവം മണവാട്ടിയായിട്ട് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഉയർത്തിയ ഒരു വെല്ലുവിളിയുണ്ട്. എന്താണ് ആ വെല്ലുവിളി എന്നറിയാമോ? പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ജയിക്കുന്നുണ്ടോ? എന്നിൽ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ എവിടെയാണ് നമുക്ക് കുഴപ്പം പറ്റിയത്? എവിടെയാണ് നമുക്ക് കുറവ് പറ്റിയത്? നമുക്കൊന്ന് ചിന്തിക്കാം. ഈ വചനങ്ങൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് കേവലം നമ്മുടെ ബൗദ്ധിക തലത്തിലൂടെ ഈ വാക്യങ്ങൾ കൊണ്ടുപോകാതെ ദൈവാത്മാവിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.